ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടിയ ഇസ്രായേൽ ജനത്തിനു മുമ്പിൽ ദാവീദ് വളരുവാൻ ആരംഭിച്ചു. ഇത് കണ്ട ശൗൽ കണ്ണുകടിക്കുവാൻ ആരംഭിച്ചു. ഒരു വശത്ത് ആത്മാവുള്ളവൻ വളരുന്നു, മറുവശത്ത് ആത്മാവില്ലാത്തവൻ കണ്ണുകടിക്കുന്നു. 29-ാം വാക്യത്തിൽ ശൗൽ ദാവീദിനെ അധികം ഭയപ്പെട്ടു, ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ 1-ാം വാക്യത്തിൽ ശൗലിൻ്റെ മകനായ യോനാഥാൻ ദാവീദിനെ സ്നേഹിക്കുവാൻ ആരംഭിച്ചു. സ്വന്തം പ്രാണനെ പോലെ യോനാഥാൻ അവനെ സ്നേഹിച്ചു. 28-ാം വാക്യത്തിൽ ശൗലിൻ്റെ മകളായ മീകൾ ദാവീദിനെ സ്നേഹിച്ചു എന്ന് കാണുന്നു. ഒരു വശത്ത് അപ്പൻ നിത്യശത്രുവായി മാറുമ്പോൾ മക്കൾ മറുവശത്ത് ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുവാൻ ആരംഭിച്ചു. ദൈവം ദാവീദിനോടുകൂടി ഉണ്ടായിരുന്നു എന്നും അവിടെ കാണുന്നു. ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ ഒരു വശത്ത് പ്രതികൂലമാണെങ്കിലും മറുവശത്ത് നമ്മെ താങ്ങുകയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാര്യം വെളിപ്പെടും. ചിലർ നമുക്ക് പ്രതികൂലമായി എഴുന്നേൽക്കുമ്പോൾ നമുക്കനുകൂലമായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും.